ചെടികളൊക്കെ നോക്കി. ഞങ്ങളുടെ വീടിന് അവിടെ നിന്ന് 10 minutes മാത്രമേ ദൂരമുള്ളൂ ഈ പാർക്കിന്, ഈ ഗൾസോ പാർക്കിന്. അപ്പം ഞങ്ങൾ മിക്ക ദിവസം നടക്കാനായാലും ഒക്കെ ഇവിടെ വരുന്നതാണ്. സമ്മറിലായാലും ഇല്ല, ഞങ്ങൾ ഈ വെള്ളത്തിൻ്റെ അപ്പുറം ചെടികളൊക്കെ നോക്കി എല്ലാം കളർ മാറിയിരിക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മുന്തിരിങ്ങ നടക്കുന്നത് കണ്ടോ, കാട്ടുമുന്തിരി. ഞാനൊരെണ്ണം ട്രൈ ചെയ്ത്, ഭയങ്കര പുളിയായിരുന്നു. നമുക്ക് ഇതിലേക്ക് മേളോട്ട് കയറി മുകളിൽ പോവാം. മേളിൽ കുന്നിലേക്ക് പോവാം. എസ്കാമലിൽ കാണാൻ പറ്റും മേളിൽ നിന്ന് നല്ല വ്യൂ. നിങ്ങൾക്ക് നേരെ മുൻപിൽ കാണുന്ന ഒരു കുന്ന് കാണാമല്ലോ. കുന്നിലൊരു കണ്ടോ, റോപ്പ് വേ തുറന്നേക്കുന്നുണ്ടോ? റോപ്പ് വേ ആൾക്കാർ പോകാൻ വരികയും പോവുകയും ചെയ്യുന്നുണ്ടോ? റോപ്പ് വേ തുറന്നിട്ടുണ്ട്. ഈ ഭാഗമല്ല, ഈ മേളോട്ടി കുന്നില് വിന്റർ ആകുമ്പോഴ് ഗ്ലെനീഡൻ സ്കീ ഇതാണ് സ്കീ. ഇത് കൊച്ചൊരെണ്ണമാണ്, വലുത് വേറെ ഒരുപാട് സ്ഥലത്തുണ്ട്. അങ്ങേ സൈഡിൽ നിങ്ങൾക്ക് കാണാം ഒരു കുന്ന്. അവിടെ ആൾക്കാർ ഇപ്പം നമ്മൾ അങ്ങോട്ടൊക്കെ എപ്പോഴും പോകും, പക്ഷെ ഇന്ന് പോകുന്നില്ല. നല്ല കാറ്റുണ്ട്, തണുത്തിട്ടേ നല്ല കാറ്റാണ്. നിന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഇവിടെ നിന്ന് ഈ ഭംഗി, പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചു തിരിച്ചു പോകും. ഞാൻ ഓൾ ഓവർ ഇങ്ങനെ കളർ ചെയ്തിട്ടുണ്ടാവും ട്രീസിലെല്ലാം. അത് മഴ കിട്ടിയ സ്ഥലങ്ങളിൽ മുഖത്തിന് പൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഫോള് കാണാൻ കെൽസായി വന്നു. ഇവിടെയെല്ലാം നടന്ന് നമ്മൾ കുറേ ദൂരം കണ്ടു. ഇനിയും ഞങ്ങൾ തിരിച്ചു പോവാം. തണുപ്പൊഴി വളരെ ആയതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പോൾ കാനഡയിലോട്ട് വരാൻ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ വരണം, ഈ സീസണിൽ വരണേ. നല്ല ഭംഗി അവിടെ കാണാൻ, അതുകൊണ്ടാണ് ഇപ്പോൾ വരാൻ പറഞ്ഞത്. കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. പ്രകൃതിയുടെ ഭംഗി അതുപോലെ മൊത്തം ഇവിടെയുണ്ട്. ഇപ്പം വന്നാൽ ഒരാഴ്ചക്കുള്ള വരികയാണ് വേണം. അപ്പോൾ കാര്യങ്ങളും ഇഷ്ടപ്പെട്ടോന്നൊക്കെ അറിയിക്കണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.